CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവകേരളത്തിനായി ഇടത് സർക്കാർ വയനാടിനെ അവഗണിച്ച് കേന്ദ്ര സർക്കാർ ജനങ്ങളെ വഞ്ചിച്ച് UDF ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വയനാട്ടിലെ വിവിധങ്ങളായ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാസം 18 മുതൽ 27 വരെ വയനാട് മാർച്ച് എന്ന പേരിൽ ജില്ലാ കാൽനട ജാഥ സംഘടിപ്പിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം എന്ന നിലയിലാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ക്യാപ്റ്റനും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ബീന വിജയൻ വൈസ് ക്യാപ്റ്റനും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കർഷക സംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള PK സുരേഷ് മാനേജറുമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെല്ലാം നേതൃത്വം നൽകുന്ന ജാഥയാണ് ഈ 18 മുതൽ 27 വരെ പര്യടനം നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ തുടരുന്നത് അങ്ങേയറ്റം നിഷേധപരമായ നിലപാടാണ്. നേരത്തെ നമ്മൾ 620 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചു. പിന്നീട് 1000 കോടി ആവശ്യപ്പെട്ടു. ഇതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം കേരളം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറേയായി. എന്നാൽ അതിൽ ഭേദഗതി വരുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് 72 വന്യജീവി സംരക്ഷണ നിയമമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ചുരൽമലയിൽ ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പോലും നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ദുരന്തബാധിതരോട് ശത്രുതാപരമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെ പിൻവലിക്കുന്നതിൽ കേന്ദ്രം യാതൊരു തരത്തിൽ ഇടപെടൽ നടത്താൻ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിഷേധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് ഈ പ്രക്ഷോഭം. അതോടൊപ്പം തന്നെ വയനാട്ടിലെ UDFന്റെ MPമാർ, UDFന്റെ ജനപ്രതിനിധികൾ, 2 MLAമാർ, ജില്ലാ പഞ്ചായത്ത്, വയനാട് MP എല്ലാം UDF ആണ്. എന്നാൽ അവരെല്ലാം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ചൂരൽമല ദുരന്തത്തിൽ തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാ MPമാർക്കും പണം നീക്കിവെക്കാവുന്നതാണ് MP ഫണ്ടിൽ. ഇടതുപക്ഷത്തിന്റെ MPമാർ 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നീക്കിവെച്ച MPമാരാണ് ഇടതുപക്ഷത്തിന്റെ MPമാർ ചുരൽമല ദുരന്തത്തിൽ MP ഫണ്ടിൽ. എന്നാൽ വയനാട് MP ഒരു നയാ പൈസ പോലും നീക്കിവെക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. യാതൊരു ഉത്തരവാദിത്വവും വയനാട്ടുകാരോട് ഇല്ലാത്ത നിലയിലാണ് വയനാട് MP പെരുമാറുന്നത്. ഇപ്പൊ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വാദ്ര മത്സരിക്കുമ്പോഴും എല്ലാം പറഞ്ഞ കാര്യമാണ്. കർണാടകയിൽ ഇടപെട്ടുകൊണ്ട് രാത്രിയാത്രാ നിരോധനത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്നവർ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ട ഏറ്റവും സമുന്നതയായ നേതാവാണ് ഇപ്പോഴത്തെ വയനാട് MP. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം. എന്നാൽ തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനമല്ലാതെ അതിനുശേഷം യാതൊരു ഉത്തരവാദിത്വം ആ കാര്യത്തിൽ നിർവഹിക്കാതിരിക്കുക, പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുക. അവിടെ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ വന്ന് പ്രസംഗിച്ചത് ഇലക്ഷന് ശേഷം ഇത് പരിഹരിക്കുമെന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് മാറ്റി പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പൊ ആ രൂപത്തിൽ വയനാട് MP തികഞ്ഞ പരാജയമാണ്. അത് കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മുടെ അനുഭവമാണ്. നേരത്തെ ശ്രീമാൻ രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോഴും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും പാർലമെന്റിൽ ഒരു ചെറുവിരൽ അടക്കാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല എന്ന് നമ്മുടെ അനുഭവമാണ്. ഇപ്പോഴത്തെ MP വയനാട്ടിൽ വന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ ഭേദഗതിക്ക് വേണ്ടി മുൻകൈ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥിതി പോലും ഉണ്ടായി. ആ രൂപത്തിൽ MP സ്വീകരിക്കുന്ന നിലപാട് വയനാടിനോടുള്ള
വയനാടിനോട് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്, ജനങ്ങൾക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം ഈ ജാഥയുടെ ഭാഗമായി വരുന്നു.